ഞങ്ങൾക്ക് പരിമിതികളുണ്ട്, ഞങ്ങൾക്ക് വേദനകളുണ്ട്, ഞങ്ങൾക്ക് ദുഃഖങ്ങളുണ്ട്. പക്ഷെ ഇതിലൊക്കെ ദൈവമായ കർത്താവിലേക്ക് നമ്മൾ സമർപ്പിച്ച് ജീവിക്കുമ്പോഴാണ് എനിക്കെൻ്റെ രോഗം മാറി, എനിക്ക് എഴുന്നേറ്റ് നടക്കണം, മറ്റുള്ളവരെ നടക്കണം. ആദ്യമൊക്കെ എനിക്കുണ്ടായിരുന്നു, ഇഷ്ടംപോലെ ട്രീറ്റ്മെൻറ്റ് എല്ലാം ചെയ്തു. പക്ഷേ ദൈവമായ കർത്താവിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ഞാൻ ഇത്തിരി വൈകിപ്പോയി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സനൽ. ഞാൻ നടക്കുന്ന വ്യക്തിയായിരുന്നു. 7ാം ക്ലാസ് വരെ പഠിച്ചു. എനിക്ക് 8ലേക്ക് ജയിച്ചു. എനിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. കാരണം എൻ്റെ രോഗം എന്നെ അതേപോലെ കാർന്നു തിന്നെന്നൊക്കെ പറയാം. എൻ്റെ ഈ സഹനം ഞാൻ ഞങ്ങൾക്ക് പുഞ്ചിരിയായിട്ട് നൽകുമ്പോൾ ആ പുഞ്ചിരിയിലൂടെ ദൈവം സ്നേഹിക്കും. ദൈവത്തിൻ്റെ ഓരോ അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഞങ്ങൾക്ക് കുറവുകളുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് പരിമിതികളുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് വേദനകളുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ദുഃഖങ്ങളുണ്ട്. പക്ഷെ ഇതിലൊക്കെ ദൈവമായ കർത്താവിലേക്ക് നമ്മൾ സമർപ്പിച്ച് ജീവിക്കുമ്പോഴാണ് അവിടെ ദൈവം ഞങ്ങൾക്ക് കൃപയാക്കി മാറ്റുക. എൻ്റെ ഒരു ചെറിയൊരു സാക്ഷി ഞാൻ പറയാം. എൻ്റെ വീട്ടിലായിരിക്കുമ്പോൾ മരണം മുന്നിൽ കണ്ടു നടന്ന വ്യക്തിയായിരുന്നു ഞാൻ. അതുപോലെയുള്ള വയ്യാത്തുള്ള മക്കൾക്കൊക്കെ നിങ്ങൾക്ക് അറിയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നടക്കുന്ന മകൻ 7ാം ക്ലാസ് വരെ പഠിച്ചു, 8ലേക്ക് ജയിച്ചു. ആ മകന് പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആരോഗ്യത്തോടും നടക്കുന്ന പ്രായം. ആ പ്രായത്തിലാണ് പെട്ടെന്ന് എനിക്ക് രോഗം വന്നത്. അപ്പോൾ എൻ്റെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് എന്നെ നോക്കാൻ അന്നത്തെ സാഹചര്യം അങ്ങനെയായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കുടുംബമായിരുന്നു. ആ അവസ്ഥയിലാണ് എന്നെ ഒരു ഇരുട്ട് റൂമിൽ ആക്കിയ ഒരു രോഗം എനിക്ക് വന്ന് പിടിപെട്ടത്. പക്ഷേ എന്നിലൂടെ ദൈവം ഒരു പദ്ധതി ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും നമുക്ക് ഇത് ദൈവത്തിലേക്ക് കൂടുതൽ വിശ്വസിക്കണമെന്നോ അങ്ങനെ ഈശോനെ കൂടുതൽ അറിയണമെന്നോ അങ്ങനെ ഈശോനെ സ്നേഹിക്കണമെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. ആരും അങ്ങനെ പഠിപ്പിക്കാനായിട്ട് ഉണ്ടായില്ല. പക്ഷേ നമുക്ക് അനുഭവങ്ങളാണ് കൂടുതലും നമ്മൾ അറിയുക. ജീവിച്ചിരിക്കുന്ന ദൈവം രക്ഷകനായിട്ട് ഈശോ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചു എന്നുള്ള വാർത്ത എന്നിലൂടെ കടന്നു വന്നപ്പോൾ വൈകിപ്പോയി. പക്ഷെ ആ വൈകിപ്പോയാലും ഈശോ എന്നെ സ്നേഹിക്കുന്ന ഒരു നിമിഷത്തേക്ക് ഞാൻ അറിഞ്ഞു. അങ്ങനെയാണ് ഞാൻ ആ ഇരുട്ട് റൂമിൽ കിടന്ന് ആ കിടപ്പിൽ നിന്ന് എന്നെ ഈശോ സ്നേഹിക്കുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞത്. ഒരു വലിയൊരു മലയുടെ മുകളിലായിരുന്നു. 15 വയസ്സിൽ ഞാൻ കിടന്ന കിടപ്പായി. പിന്നെ എനിക്ക് പുറലോകമായിട്ടൊരു ബന്ധവുമില്ല. ഒരു നേരത്തെ മരുന്ന്, ഒരു നേരത്തെ ആഹാരം പോലും കിട്ടാൻ വഴിയില്ലാത്ത സാഹചര്യമായിരുന്നു എൻ്റെ സ്ഥിതി. ഒരു കിടക്കാമേ ബെഡ്മേ തുണിയിട്ട് ആ ബെഡിൻ്റെ മുകളിൽ ഒരു കോല് ഇട്ട് കഴിഞ്ഞാൽ എന്താ അവസ്ഥ, ആ കോലുമേ തുണിയിട്ട് എന്താ അവസ്ഥ, ആ അവസ്ഥയിലായിരുന്നു ഞാൻ എൻ്റെ കിടപ്പ്. ഇന്ന് മരിക്കണോ നാളെ മരിക്കണോ എന്നൊരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു രക്ഷകനായിട്ട് ഒരു വ്യക്തി, ഒരു ദൈവസ്നേഹം അനുഭവിച്ച ഒരു മകൻ എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരുന്നത്. ഒരു രക്ഷകനായിട്ട് ഞാൻ അങ്ങനെ വിചാരിക്കുന്നത്. കാരണം ഒരു രക്ഷകനായിട്ട് ദൈവം അയച്ച ഒരു മകനാണ് നമ്മുടെ മാത്യൂസ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ ബ്രദർ. അതായത് ഞങ്ങളെ അപ്പാന്ന് വിളിക്കും. ഇപ്പോൾ ആ മകന് 100-600ഓളം മക്കളുണ്ട്. ഇതേപോലെ സഹനം അനുഭവിക്കുന്ന കുറേ മക്കൾ ഇപ്പോൾ ആ മകനുണ്ട്. ആ മകൻ എൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ ഈ ബെഡിൻ്റെ മുകളിൽ ഇങ്ങനെ കിടക്കുന്ന മൂത്രത്തിൽ കിടക്കുന്ന ഒരു മകനെ ഒരു അറപ്പില്ലാതെ ചേർത്ത് പിടിച്ചു. ഈ ചേർത്ത് പിടിച്ചപ്പോൾ ആ അപ്പൻ എന്നെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു ദൈവസ്നേഹം ഞാൻ അനുഭവിക്കാൻ തയ്യാറായി. ആ മകൻ എന്നോട് ഇങ്ങനെ പറഞ്ഞത്, മോനെ നീ ഇങ്ങനെ കിടക്കുന്നതല്ല, നിനക്ക് പുറലോകമായിട്ട് ഒരു ബന്ധം ഞാൻ നിനക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ നിന്ന്, ഒരു മലയുടെ മുകളിലാണ് എൻ്റെ വീട്, ആ മലയുടെ മുകളിൽ നിന്ന് എങ്ങനെ എന്നെ ഇറക്കി കൊണ്ടുവരും, എനിക്ക് എങ്ങനെ പുറലോകമായിട്ട് ബന്ധപ്പെടും, പുറലോകമായിട്ട് എങ്ങനെ സംസാരിക്കും, എൻ്റെ കൂട്ടുകാരന്മാർ വരുമ്പോൾ തന്നെ ഞാൻ വാതിലടച്ചിടും. കാരണം എനിക്ക് അവരോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല, മറ്റുള്ള മക്കളോട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. എൻ്റെ രോഗം എന്നെ ഇങ്ങനെ ആക്കിയല്ലോ എന്നൊരു ചിന്ത മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായുള്ളൂ. പക്ഷേ ഈ അപ്പൻ എന്നെ ചേർത്ത് പിടിച്ച് ഈ പുനർജീവൻ, വലിയൊരു പുനർജീവൻ തറവാട്ടിൽ എന്നെ അവിടെ കൊണ്ടുവന്നു.
ആ ഭവനത്തിലേക്ക് ഞാൻ കടന്നു വന്നപ്പോൾ എന്നെ അവിടെ നിന്ന് എടുത്തു കൊണ്ടുവന്ന് ഈ ഭവനത്തിലേക്ക് പുറലോകം കണ്ടപ്പോൾ തന്നെ 10-15 വയസ്സിൽ ഞാൻ കിടന്ന കിടപ്പിൽ 20 വയസ്സ് 21 വയസ്സിലാണ് പിന്നെ ഞാൻ പുറലോകം കാണുന്നത്. ആ ഇരുട്ട് റൂമിൽ നിന്ന് പുതിയൊരു വെളിച്ചത്തിലേക്ക്, അതായത് പുതിയൊരു ജീവിതത്തിലേക്ക്, അതായത് പുതിയൊരു മാർഗത്തിലേക്ക് ദൈവം എന്നെ കാണിച്ചു തരുമായിരുന്നു ഈ അപ്പനിലൂടെ. അങ്ങനെയാണ് ഈ പുനർജീവൻ ആശ്രമത്തിലേക്ക് ഞാൻ എത്തിപ്പെടുന്നത്. ഈ പുനർജീവൻ ആശ്രമത്തിലേക്ക് വന്നപ്പോൾ ഞാൻ എൻ്റെ കുറവാണ് ഞാൻ നോക്കിയത്. അത് സ്വാഭാവികമാണ്. കാരണം നമ്മൾ വയ്യാണ്ട് കിടക്കുന്ന അവസ്ഥയിൽ ഏത് മകനോടും ചോദിച്ചു നോക്കുകയോ നിങ്ങൾ, ആ മകൻ പറയും ആ മകൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മരണം ഒളിച്ചിരിപ്പുണ്ട്. പക്ഷേ ഈ സഹനം ചേർത്ത് വെച്ച് അത് കൃപയാക്കി മാറ്റിയാൽ അവിടെ ദൈവസ്നേഹം അനുഭവിക്കാൻ പറ്റും. എനിക്ക് അതാണ് സാധിച്ചത്. അതാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാനൊരു പുഞ്ചിരി നൽകുന്നുണ്ടെങ്കിൽ അത് യേശുവാണ് എനിക്ക് തരുന്നത്. മോനെ, നീ ഈ അവസ്ഥയിൽ ഇരുന്നോട്ടെ, നിനക്ക് രോഗങ്ങളുണ്ടായിക്കോട്ടെ, നിനക്ക് ബുദ്ധിമുട്ടുകളുണ്ടായിക്കോട്ടെ, നിനക്ക് സഹനങ്ങളുണ്ടായിക്കോട്ടെ, അത് കൃപയാക്കി ഞാൻ മാറ്റാമെന്നാണ് കർത്താവ് പറഞ്ഞത്. സഹനം ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. ആ തിരിച്ചറിയാനുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം. എനിക്കതില്ലായിരുന്നു. ഇവിടെ വന്ന് അപ്പൻ ഈ ഭവനത്തിലേക്ക്, ഈ പുനർജീവൻ ഈ ആശ്രമത്തിലേക്ക് ഈ അപ്പൻ കൊണ്ടുവന്ന് ഞങ്ങളിവിടെ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ ഞാൻ കുറച്ച് ദിവസം എനിക്ക് നടക്കാം. എന്നേക്കാളും ബുദ്ധിമുട്ടുകളും കഷ്ടതകളും വേദനകളും അനുഭവിക്കുന്ന ഓരോ മക്കളും അവിടെ കിടക്കുക. അവർ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് അറിയോ? ഈ പുനർജീവനിൽ മധ്യസ്ഥ പ്രാർത്ഥന നയിച്ചുകൊണ്ടിരിക്കുന്ന കുറേ മക്കളെയാണ് ഞാൻ കണ്ടത്. അവർക്ക് വേദനകളുണ്ട്. തല മാത്രം ഇനങ്ങുന്ന വ്യക്തികൾ വരെ മധ്യസ്ഥ പ്രാർത്ഥന നയിച്ചുകൊണ്ടിരിക്കുക. അവരുടെ മുഖത്ത് പുഞ്ചിരേ ഞാൻ കണ്ടുള്ളൂ. ഇവിടെ നോക്കിയപ്പോൾ ഇതൊരു പുനർജീവനാണ്, ഇതൊരു സ്വർഗമാണ് എന്നൊരു തിരിച്ചറിയാൻ എനിക്ക് കർത്താവ് ഒരു വലിയൊരു അവസരം തന്നു. അങ്ങനെയാണ് ഞാൻ ഈ മക്കളിലൂടെ ചേർന്ന് പോയത്. ഇവരെ കൂടെ മധ്യസ്ഥ പ്രാർത്ഥന നയിക്കുമ്പോഴും ഇവരെ കൂടെ നമ്മുടെ അനുഭവങ്ങളും സാക്ഷ്യങ്ങളൊക്കെ പറഞ്ഞ് ഈശോയിലേക്ക് കൂടുതൽ അടുക്കാൻ എനിക്ക് പറ്റി. അങ്ങനെയാണ് ഞാൻ ഈ പുനർജീവൻ തറവാട്ടിലേക്ക് വരുന്നത്. ഇവിടെ വന്ന് ഞാൻ കണ്ട അവസ്ഥ, എന്നെക്കാളും ഇച്ചിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു മകനെയാണ് ഞാൻ പരിചയപ്പെടുന്നത്. ഞാൻ ചോദിച്ചു, നിനക്ക് എങ്ങനെ ഇതിൽ സന്തോഷിക്കാൻ പറ്റും? പക്ഷേ അവൻ പറഞ്ഞ ഡയലോഗ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ദൈവത്തിലേക്ക് കൂടുതൽ വിശ്വസിക്കുന്നു. ദൈവം എൻ്റെ സഹനം ഏറ്റെടുത്തു. ആ സഹനത്തിലൂടെ മറ്റുള്ള മക്കൾക്ക് മധ്യസ്ഥ വെച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്, എന്നിലൂടെ ദൈവം പ്രവർത്തിക്കുന്ന ശുശ്രൂഷ എന്ന് പറയുന്നത്, ഞങ്ങൾ സഭയ്ക്ക് വേണ്ടിയിട്ടാണ് കൂടുതലും ഞങ്ങൾ മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കുക. സഭയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുക. കാരണം എൻ്റെ കുറവുകൾ ഞങ്ങൾ സഭയ്ക്ക് വെച്ച് ഞങ്ങൾ കാഴ്ചവെക്കുകയാണ്. എൻ്റെ സഹനം ഞാൻ സഭയ്ക്ക് വേണ്ടി കാഴ്ചവെക്കുകയാണ്. ഈ സഹനം സഭയ്ക്ക് വേണ്ടി നമ്മൾ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുമ്പോൾ വൈദികരുടെ ഇടയിലും, ഇടവക ദേവാലയത്തിലെ വൈദികനായാലും പിതാക്കന്മാരുടെ ഇടയിലും അത്ഭുതങ്ങൾ സംഭവിക്കും. നിങ്ങളൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചു നോക്കൂ, സഭയ്ക്ക് വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. അതിലൂടെ ദൈവമഹത്വം ലഭിക്കും, ഉറപ്പാണ്. ഈ പുനർജീവനിൽ ഇത് കൊണ്ടുപോകുന്നത് തന്നെ സഭയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ്, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്, പിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. അങ്ങനെയാണ് ഞങ്ങൾ അപ്പിലൂടെ ഞങ്ങൾ പഠിച്ചു വരുന്നത്. ഞാൻ ഇവിടെ വന്ന് കണ്ടപ്പോൾ ഓരോരുത്തരും മെറ്റലിൻ്റെ മുകളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക, ഓരോരുത്തർ സഹനത്തിൽ വേദനകളിരുന്ന് പ്രാർത്ഥിക്കുക. എന്നിട്ടും അവരുടെ മുഖത്ത് ഈ പുനർജീവൻ, എനിക്കും അത് ലഭിക്കണം എന്നൊരു ദാഹം എനിക്കുണ്ടായി. അങ്ങനെയോടാണ് ഞാനും മധ്യസ്ഥ പ്രാർത്ഥനയായിട്ട് ഇവരെ കൂടെ കൂടിയത്. അതായത് ഒരു മരണം മുന്നിൽ കണ്ടെന്ന വ്യക്തിയാണ് സംസാരിക്കുന്നത്. എനിക്കൊരു പുനർജീവൻ ലഭിച്ചത് ഈ ഭവനത്തിലേക്ക് വന്നിട്ടാണ്. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഇവിടെ കുരിശിൻ്റെ വഴി, മധ്യസ്ഥ പ്രാർത്ഥന കുരിശിൻ്റെ വഴി, അമ്പൂസ് നോയമ്പിലേക്ക് ഞങ്ങൾ കടക്കുമ്പോൾ അമ്പൂസ് നോയമ്പിലൊക്കെ ഞങ്ങൾ താഴ്ത്തുനിന്ന് കുടിലിൻ്റെ അവിടെ നിന്ന് അപ്പൻ ഉരുണ്ട് മുകളിലേക്ക് ഇങ്ങോട്ട് കയറി വരും. ഞങ്ങളുടെ ബ്രദർ താഴ്ത്തു നിന്ന് ഉരുണ്ട് ഈ ചാക്ക് വസ്ത്രം ഇട്ടിട്ട് മുള്ളറിഞ്ഞാണൊക്കെ കെട്ടിയിട്ടാണ് താഴ്ത്തു നിന്ന് മുകളിലേക്ക്, അതായത് താഴ്ത്ത് അപ്പൻ്റെ കുടിൽ, അപ്പം മെറ്റലിൻ്റെ മുകളിൽ ഇടുക. ആ മെറ്റലിൻ്റെ മുകളിൽ നിന്ന് താഴ്ത്തു നിന്ന് മുകളിലേക്ക് ഇങ്ങോട്ട് കയറി ഇവിടെ വന്ന് അവസാനിച്ച് നേരെ ഇതിൻ്റെ ഉള്ളിൽ വന്ന് ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കും. ഇവിടെ വരുമ്പോഴേക്കും ഞങ്ങൾ ശരിക്കും ദൈവസ്നേഹം അനുഭവത്തിൽ ഞങ്ങൾക്ക് കിട്ടും. ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വൈദികരുടെ നിയോഗങ്ങൾ, ഓരോ വൈദികരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഓരോ വൈദികർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഓരോ വൈദിക വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സഭയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതിൻ്റെ മൂല്യം എന്താണെന്ന് ഞങ്ങൾക്കിപ്പോൾ മനസ്സിലായി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ കർത്താവിനോട് ചേർന്ന്, കർത്താവിനോട് നമ്മൾ കൂടുതലും ചേർന്ന് പോകുമ്പോൾ നമുക്ക് സഹനങ്ങളുണ്ടാവും. നമ്മൾ ആ സഹനം, നമുക്ക് ആ വേദനകൾ കാഴ്ചവെച്ച് നമ്മൾ പ്രാർത്ഥിച്ചു നോക്കി. എനിക്ക് സഭയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് കൂടുതലും ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടാവുന്നത്. എൻ്റെ കൂടുതലും അനുഭവങ്ങൾ അതാണ്.
അതായത് ഞാനിവിടെ വന്നതിൻ്റെ ശേഷം ഞാനൊരു കല്യാണം കഴിച്ചു, എനിക്കൊരു ജീവിത പങ്കാളി, അനുകൂലമായ ജീവിത പങ്കാളി എനിക്ക് കിട്ടി. അവളും ഇതുപോലെ തന്നെ ശുശ്രൂഷ മേഖലയിൽ കടന്നു പോകുന്ന വ്യക്തിയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബ്രദർ ഞങ്ങൾ കുരിശിൻ്റെ വഴിയിൽ കയറുമ്പോഴാണ് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞിട്ട് ആ സഭയിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോഴതിൻ്റെ ഫലമാണ് ഈ കുറവിലും എനിക്കൊരു കുഞ്ഞുമോളെ ദൈവം ഈശോ എനിക്ക് അനുഗ്രഹിച്ച് തന്നത്. ഞങ്ങൾക്ക് കുറവുണ്ട്, ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത അപ്പുറത്തായിരുന്നു ഞങ്ങൾക്കൊരു കുഞ്ഞുവാവാനെ ദൈവം ഞങ്ങൾക്ക് തന്നത്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ആ കുഞ്ഞുവാവയിൽ ഞങ്ങൾക്ക് കിട്ടിയതിൻ്റെ വലിയൊരു അനുഭവമാണ് മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി ആ കുരിശിൻ്റെ വഴിയിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ, മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഓരോ മക്കളില്ലാത്ത ദമ്പതികളുടെ കുടുംബങ്ങൾക്കും ഇവിടെ വന്നിട്ടുണ്ട്. 18 വർഷം മക്കളില്ലാണ്ട് വിഷമിച്ചിരിക്കുന്ന ദമ്പതികൾ വന്ന് ഇവിടെ കരഞ്ഞപ്പോൾ ആ മധ്യസ്ഥ പ്രാർത്ഥനയിൽ വലിയൊരു അനുഭവമായി തീർന്നു. 18 വർഷമായിട്ടും അവർക്കൊരു കുഞ്ഞുവാവാനെ കൊടുത്തു. അതാ ഞാൻ പറയട്ടെ, നമ്മൾ നമ്മുടെ കുറവുകളിലേക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ കുറവുകൾ അങ്ങനെ തന്നെ ഇരിക്കുകയുള്ളൂ. പക്ഷേ യേശുവിനോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ഈ കുറവുകൾ നമ്മൾ യേശുവിനോട് കൂടുതൽ ചേർത്ത് വയ്ക്കുമ്പോൾ ആ കുറവുകൾ അത് അനുഗ്രഹമാക്കി മാറ്റും. എൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. ഇപ്പോൾ സഹനപ്പൂക്കളുടെ ഒരു പൂവാണ് ഞാൻ. അതായത് പട്ടത്തച്ഛൻ 100-100ഓളം സഹനപ്പൂക്കളെ ഏറ്റെടുത്ത് ശുശ്രൂഷിക്കുന്ന ഒരു അച്ഛനാണ്, ഞങ്ങളുടെ ഒരു അച്ഛൻ കൂടിയാണ്. അതിലത്തെ ഒരു പൂവാണ് ഞാൻ. കാരണം ആ പൂവ് ശരിക്കും വാടില്ല. സഹനം അനുഭവിക്കുന്ന പൂവാണ് സഹനപ്പൂക്കൾ. ആ പൂവ് ഇപ്പോഴും മണം വിടർത്തിക്കൊണ്ടിരിക്കുക മാതാവിനെ പോലെ. ഞങ്ങൾക്ക് എല്ലാ വ്യാഴാഴ്ചയും ആരാധനയ്ക്ക് ചെല്ലാനുള്ള കാര്യങ്ങൾ വരെ ഞങ്ങൾക്ക് ഒരുക്കി തന്നു. ഈശോയുടെ കൂടുതൽ നമ്മൾ അടുത്തിരിക്കണം, ഈശോയുടെ കൂടുതൽ നമ്മൾ പ്രവർത്തിച്ചിരിക്കണം, ഈശോയുടെ ശുശ്രൂഷകൾ നമ്മൾ കൊടുത്തിരിക്കണം. ഒന്നാം സ്ഥാനം ഈശോയ്ക്ക് നമ്മൾ കൊടുക്കണം. അപ്പോഴാണ് നമ്മുടെ കുടുംബത്തിലായാലും മറ്റുള്ള മക്കളിലൊക്കെ ആയാലും ഓരോ മേഖലയിലേക്കായാലും ദൈവസ്നേഹം നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ദൈവസ്നേഹമാണെന്നാണ് ബൈബിളിൽ പറഞ്ഞേക്കുന്നത്. ആ ദൈവസ്നേഹം അനുഭവിക്കാനായിട്ട് നമ്മൾക്കും ഒരുക്കമുണ്ടാവണം. എനിക്ക് വേദനകളുണ്ട്, എൻ്റെ ശരീരം മൊത്തം വേദനയാണ്. ഞാനിപ്പോൾ ഈ വീൽ ചെയറിൽ ഇരിക്കുമ്പോഴാലും എനിക്ക് വേദനകളുണ്ട്. പക്ഷേ എനിക്ക് വേദനയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നാൽ നമുക്ക് ഈ പുഞ്ചിരി, ഞാൻ ഇപ്പോൾ ഈ ചിരിക്കുന്ന പുഞ്ചിരി നിങ്ങൾക്ക് നൽകാൻ കഴിയില്ല. പക്ഷേ ഇത് നമ്മൾ കർത്താവായ യേശുവിൻ്റെ കൂടുതലും കുരിശ് മരണം വഹിച്ച ആ കുരിശിലേക്ക് നമ്മൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചു നോക്കിയേ. ഈ സഹനം വേദനിക്കുന്ന അനേക മക്കളോട് ഞങ്ങൾ പറയാണ്, വേദനിക്കുന്ന അനേക കുടുംബങ്ങളോട് ഞങ്ങൾ പറയാണ്, ഈ അവസ്ഥയിലിരുന്ന് ഈ സഹിക്കുന്ന ഈ പുനർജീവനിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ മധ്യസ്ഥ പ്രാർത്ഥനയിലായാലും ഞങ്ങൾ ഈ അനുഭവിക്കുന്ന വേദനകൾ നിങ്ങൾക്ക് വേണ്ടി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവസ്നേഹം നിങ്ങൾക്ക് അനുഭവിക്കാം. അതാണ് പ്രത്യാശ. പ്രത്യാശയില്ലാത്തൊരു മകനും തന്നെയായിരുന്നു ഞാനും. പ്രത്യാശ നമ്മൾ യേശു കടന്നു വന്നത് തന്നെ ജാതി മതമല്ലാണ്ട. ഈശോനെ സ്നേഹിക്കാൻ ആരും വേണ്ട, ഈശോനെ സ്നേഹിക്കാൻ. അതായത് ഈശോ പറഞ്ഞതെന്ന് വെച്ചാൽ ജാതി മതത്തിനെയൊന്നും അല്ല ഈശോ സ്നേഹിക്കുന്നത്. ഈശോ പറയണതെന്ന് വെച്ചാൽ എൻ്റെ മക്കളാണ്, ഞാൻ അവിടെ ജാതിയോ മതം ഒന്നും കണ്ടിട്ടില്ല. മോശ 2 കൈകളും ഉയർത്തി പ്രാർത്ഥിച്ചു. മോശയുടെ കൈ താന്നപ്പോൾ എന്താ പറഞ്ഞേ? മറ്റുള്ള മക്കളും കൂടി ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ മോശയുടെ കൈ ഉയർന്നു, താങ്ങിപ്പിടിച്ചു, പരിശുദ്ധാത്മാവിനെ നയിച്ചു, ആ യുദ്ധം വിജയിച്ചു. അതാണ് സഭയ്ക്ക് വേണ്ടി നമ്മൾ 2 കൈകളും ഉയർത്തി, നമ്മൾ സഭയ്ക്ക് വേണ്ടി നമ്മൾ 2 കൈകളും ഉയർത്തി, വൈദികർക്ക് വേണ്ടി നമ്മൾ 2 കൈകളും ഉയർത്തി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ കൈകൾ താന്നാലും ഇതേപോലെയുള്ള പുനർജീവൻ്റെ മക്കള് പുനർജീവനിലിരുന്ന് 2 കൈകളും സ്വർഗത്തിലേക്ക് ഉയർത്തി സഭയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി, പിതാക്കന്മാരെ വിശുദ്ധീകരണത്തിന് വേണ്ടി, വൈദികരെ വിശുദ്ധീകരണത്തിന് വേണ്ടി ഞങ്ങളിവിടെ ഓരോ മക്കളും ഞങ്ങൾ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കും. ഞങ്ങൾ ഈ അവസ്ഥയിലിരുന്നിട്ട് ഞങ്ങൾ മിഷീനൊക്കെ പോകുമ്പോൾ ഞങ്ങൾക്കറിയാം അവിടെ ഈശോയിലേക്ക് കൂടുതൽ അടുക്കാൻ പറ്റാത്ത കുറേ ആൾക്കാർ വന്ന് അവിടെ ഈശോനെ കൊടുക്കാനായിട്ട്, ഈശോനെ സ്വീകരിക്കാനായിട്ട് ഓരോ വ്യക്തികൾക്ക് കൊടുക്കുമ്പോഴും അവർക്ക് സഹനങ്ങളാണ്. ആ സഹനം അവിടുന്ന് കൃപയാക്കി മാറ്റണം. ഞങ്ങളിപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം മിഷേന് പോയ ആ അനുഭവം ഞാൻ പറയട്ടെ. ഞങ്ങൾ ഈ കഴിഞ്ഞ പ്രാവശ്യം ജഗൽപൂർ രൂപതയ്ക്ക് പോയിട്ട് അവിടെ 2 ആഴ്ച നിത്യാരാധനയിൽ ഞങ്ങളൊരു 10-60 രോഗികളായി മക്കളാണ് ഇവിടുന്ന് പോയത്, മിഷേന് പോയത്. ആ മിഷേന് പോയി അവിടെ ആ പള്ളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്, ജഗൽപൂർ രൂപതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. ഒരാഴ്ച പ്രാർത്ഥന, മധ്യസ്ഥ പ്രാർത്ഥന ഈശോയോട് രാത്രിയും പകലും ഞങ്ങൾ ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് പോന്ന് ഇവിടെ വന്ന ശേഷം ഇപ്പം ഇന്നാൾ അച്ഛൻ വിളിച്ചേക്കണു, അവിടുത്തെ പള്ളിയിലെ പണി പൂർത്തീകരിച്ചു. അവിടെ പള്ളി തടസ്സമായി കിടക്കുക, മറ്റുള്ള മക്കളൊക്കെ ആ പള്ളി തകർക്കാനായിട്ട്.
ഞങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഏത് നിമിഷമാണോ എന്നിട്ടോ സംഭവിക്കാമെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ അതിലേക്കൊന്നും നോക്കിയില്ല. ഞങ്ങൾ ആ പള്ളിക്ക് വേണ്ടി, ആരാധനാലയത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. അവിടെയുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർ ഈശോനെ അറിഞ്ഞിട്ടില്ല. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. മോശ കൈവീഴ്ച പോലെ സഭയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അവിടെ ഒരു വിദ്യാദിനമാണ് വന്നിട്ട് നന്ദി പറഞ്ഞത്. ഈ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഓരോ കുടുംബങ്ങളും അത്ഭുതങ്ങളുണ്ടാവും. അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ രണ്ട് മൂന്നാഴ്ചയായിട്ട് ഞങ്ങൾ മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കുക. മധ്യസ്ഥ പ്രാർത്ഥനയാണ് ഓരോ മക്കൾക്ക് വേണ്ടിയിട്ട്. ഇവിടുത്തെ ശുശ്രൂഷ മേല അതാണ്. ശരിക്കും പുനർജീവൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ അപ്പൻ എന്ന് പറഞ്ഞ ഞങ്ങളുടെ ബ്രദർ ഓരോ മക്കളെ ഏറ്റെടുക്കുമ്പോഴും അവർക്കൊരു കാതലുണ്ട്. ഈ കാതൽ തിരിച്ചറിയാനുള്ള ബോധ്യം നമുക്കുണ്ടാവണം. ഞാനിപ്പോൾ ഈ അവസ്ഥയിലായി. എനിക്ക് എൻ്റെ രോഗം മാറണമെന്ന് എനിക്കൊരു വിചാരവും ഇല്ല. കാരണം എനിക്ക് എൻ്റെ രോഗം മാറി എനിക്ക് എഴുന്നേറ്റ് നടക്കണം, മറ്റുള്ളവരെ നടക്കണം. ആദ്യമൊക്കെ എനിക്കുണ്ടായിരുന്നു. എന്നെ ഈ അവസ്ഥയിലാക്കിയല്ലോ, എനിക്കൊന്ന് നടക്കണം. ഇഷ്ടം പോലെ ട്രീറ്റ്മെൻറ്റ് എല്ലാം ചെയ്തു. പക്ഷേ ദൈവമായ കർത്താവിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ഞാൻ ഇത്തിരി വൈകിപ്പോയി. പക്ഷേ ഈ അപ്പനിലൂടെ കടന്നു വന്ന് ദൈവസ്നേഹം അനുഭവിച്ചപ്പോൾ, ഈ അപ്പനിലൂടെ കടന്നു വന്നതിന് ശേഷം, ഈ പുനർജീവനത്തിലേക്ക് കടന്നു വന്നതിന് ശേഷമാണ് ഈശോയുടെ ട്രീറ്റ്മെൻറ്റ് ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ചത്. ആ ട്രീറ്റ്മെൻറ്റ് ചെയ്തപ്പോൾ എൻ്റെ മനസ്സിന് സന്തോഷം ലഭിച്ചു. എൻ്റെ മരണം ഞാൻ വിട്ടുകളഞ്ഞു. ഈ കിടക്കപ്പായി നിന്ന് എന്നെ എഴുന്നേറ്റ് നടത്തിച്ചു. എനിക്കൊരു ജീവിത പങ്കാളി തന്നു, എനിക്കൊരു കുഞ്ഞുമാവനെ തന്നു. ഈശോയ്ക്കാണ് മഹത്വം, ഞങ്ങൾക്കല്ല, ഈശോയ്ക്ക്. അതാണ് നിങ്ങളോട് ഞങ്ങളും പറയണത്. ഈ മെറ്റലിൻ്റെ മുകളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, വയ്യാണ്ട് എടുക്കുന്ന മക്കൾ മെറ്റലിൻ്റെ മുകളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ മെറ്റലിൽ ഇങ്ങനെ കുത്തിക്കൊള്ളുന്ന അവസ്ഥയുണ്ട്. താഴ്ത്തു നിന്ന് കുരിശിൻ്റെ വഴി അപ്പൻ അവിടെ നിന്ന് ഉരുണ്ട് മുകളിലേക്ക് കയറുമ്പോൾ, ഈ മുള്ളർഞ്ഞാണം കെട്ടി സഭയ്ക്ക് വേണ്ടി ചെയ്യുമ്പോൾ, വൈദികർക്ക് വേണ്ടി ചെയ്യുമ്പോൾ, ഈ മുള്ളർഞ്ഞാണം കെട്ടി ഇവിടെ എത്തുമ്പോൾ അപ്പൻ ഈ മുണ്ടൊന്ന് ഇവിടെ നിന്ന് തുറന്നു നോക്കുമ്പോൾ ഇവിടെ നിറച്ച് ചോരയാ. യേശു, കർത്താവായ യേശു ഗാഗുൽത്താ മര വരെ ചോരയും കൊണ്ട് ഒലിച്ചാ പോയത്. ഇതാണ് നമ്മളിലൂടെ പലവരും അറിയേണ്ടത്. ദൈവത്തിൻ്റെ താലന്ത് എന്താണെന്ന് പോലും നമ്മൾ തിരിച്ചറിയാൻ വൈകും. ദൈവത്തിൻ്റെ സ്നേഹം അത് നമ്മൾ തിരിച്ചറിയണം. അത് കിട്ടിക്കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിൽ നമ്മൾ നയിക്കപ്പെടും. ഇപ്പോൾ ഞങ്ങളുടെ അവിടെ തന്നെ ഒല്ലൂർ ഞങ്ങളെ പുനർജീവൻ ആശ്രമത്തിൽ കിടക്കുമ്പോൾ ഞാൻ എൻ്റെ കണ്ണിൽ കണ്ട കാഴ്ചയാണ്. തൊട്ടപ്പുറത്ത് റെയിൽവേ പാതയാണ്. അവിടെ ഒരാൾ മരിക്കാനായിട്ട് വന്നു. ആ റെയിൽവേ സ്റ്റേഷനിൽ രാത്രി 12 മണിയായി. ഞങ്ങൾ രാത്രി അവിടെ മധ്യസ്ഥ പ്രാർത്ഥന നയിച്ചപ്പോൾ ഈ മകൻ കയറി വരികയാണ്. കടബാധികളാണ്. ഈ പ്രാർത്ഥനേരെ ഇത് കേട്ട് ആ മകൻ കയറി വരിക ഞങ്ങളുടെ ആ കുടിലിൻ്റെ അവിടേക്ക്. ഇതുപോലെയുള്ള വയ്യാണ്ട് കിടക്കുന്ന മക്കൾ ഇരുന്ന് പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥനേരെ ചൈതന്യം മാതാവ് ആ മകന് കൊടുത്തു എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെയാണ് ആ മകൻ, കടബാധ്യമുള്ള മകനാ ആ മകൻ കയറി വരുന്നത്. ആ മകൻ ഞങ്ങളുടെ അവിടേക്ക് കയറി വന്ന് ഞങ്ങളുടെ ആ കുടിലിൻ്റെ ഉള്ളിൽ ഇരുന്ന് ഞങ്ങളുടെ ഒപ്പം ചേർന്ന് പോയപ്പോൾ, ഞങ്ങളുടെ ശുശ്രൂഷമേൽ കടന്നു പോയപ്പോൾ ആ മകൻ വലിയൊരു അത്ഭുതമാണ് ആ മകൻ്റെ കുടുംബത്തെ അത്ഭുതം വെച്ചത്. ആ മകന് വേണ്ടി ശക്തമായി പ്രാർത്ഥിച്ചു. ആ മകൻ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ജോലിയാണ്. ഇപ്പോൾ അവരെ കുടുംബം സന്തുഷ്ടമായിട്ട് പോവുകയാണ്. അതുപോലുള്ള ഓരോ മേഖലകളും ഞങ്ങൾക്ക് സാക്ഷ്യം പറയാനുള്ളൂ. ഓരോ മേഖലയും ഈശോയോട് നമ്മൾ കൂടുതൽ ചേർന്ന് നിൽക്കണം. ഈശോ സ്നേഹിക്കുന്നത് ദാരിദ്ര്യത്തിൻ്റെ മേലെയുള്ള ആൾക്കാരെയാണ്. അതാണ് ഈശോ പുൽത്തൊട്ടിൽ വരെ കിടന്ന് ദാരിദ്ര്യമാണ്. മാതാവ് രാത്രി മാതാവിൻ്റെ വയറ്റിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ, ഉണ്ണീശയായിട്ട് കിടക്കുമ്പോൾ തന്നെ, മാതാവിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ തന്നെ രാത്രിക്ക് രാത്രി പോയതാണ് കഴുതപ്പുറത്ത്. ഈശോ ജനിച്ചത് തൊട്ടും ദാരിദ്ര്യമാണ്. കുരിശുമരണം വഹിക്കുന്ന വരെ ഈശോന് സഹനം തന്നെയാണ്. പക്ഷേ നമ്മൾ വിചാരിക്കണം, നമ്മുടെ ഓരോ കുടുംബങ്ങൾ, ഇപ്പോഴത്തെ കുടുംബങ്ങളൊക്കെ അങ്ങനെയാണ് പോണത്. കാരണം വെച്ചാൽ നമ്മൾ ഓരോ കുടുംബങ്ങൾ ദോഷത്തിലേക്കും ബുദ്ധിമുട്ടിലേക്കും പോകുന്ന അനുഭവങ്ങളാണ്. വഴിവിട്ട ബന്ധത്തിലേക്ക് പോകുന്ന ഭാര്യ ഭർത്താക്കന്മാർ, യുവജനങ്ങൾ കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടു പോവുക. ഒരു നിമിഷം ഞാൻ അവരോട് പറയുകയാണ്, ഒരു നിമിഷം ഈശോനെ ഒന്ന് നോക്കിയാൽ മതി. നിങ്ങൾ ഈശോ അനുഭവിച്ച വേദനകളിലൂടെ ഒന്ന് നോക്കി കഴിഞ്ഞാൽ ഈ കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടു പോകുന്ന, പാപത്തിൻ്റെ അടിമപ്പെട്ടു പോകുന്ന അനേക മക്കളെ അവരോട് ഞങ്ങൾ പറയാണ്, ഈശോ സ്നേഹിക്കും. ഈശോ പറഞ്ഞിട്ടുണ്ട്, അവർ ചെയ്യുന്നത് എന്താണെന്ന് പോലും അവർക്കറിയില്ല. ഒരു നിമിഷം അപ്പാന്ന് ചേർത്ത് പിടിച്ചാൽ മതി, ഈശോ സ്നേഹിക്കും. അതാണ് വചനത്തിലൂടെ പറഞ്ഞു തന്നെ ദൈവം സ്നേഹമാണെന്ന്.
ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് വരുന്ന ഷെയറിങ്ങിനും പുനർജീവനിലെ ആശ്രമത്തിൽ കടന്നു വരുന്ന ഷെയറിങ്ങിനും മറ്റുള്ള ആൾക്കാരൊക്കെ കടന്നു വരുമ്പോൾ അവർ ചിലപ്പോൾ മുഖത്തൊക്കെ ഇങ്ങനെ ആകെ വിഷമഘട്ടത്തിൽ വരുന്ന മക്കളാണ് ഇവിടേക്കൊക്കെ കടന്നു വരിക. അപ്പോൾ അപ്പനിലൂടെ ഷെയറിങ് നടത്തി അപ്പനിലൂടെ ഞങ്ങളോട് പറയും, ഇന്ന കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോളൂ, അവരെ കുടുംബം ആകെ ബുദ്ധിമുട്ടാണ്. പക്ഷെ അവരുടെ മുഖത്ത് ഞങ്ങൾ ഈ ഇരുന്ന അവസ്ഥയിൽ ഞങ്ങളൊന്ന് പുഞ്ചിരിച്ചപ്പോൾ ഞങ്ങളുടെ ഒരു പുഞ്ചിരി അവരെ കുറവുകൾ അവിടെ നികത്തും. അവരൊറ്റ കാര്യം ചിന്തിച്ചാൽ മതി, ഈ അവസ്ഥയിലിരുന്ന് ഞങ്ങളിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, ഈ അവസ്ഥയിലിരുന്ന്, അതായത് ഈ കുറവുകളിൽ നിന്ന് ഞങ്ങളിരുന്ന് പ്രാർത്ഥിക്കുന്നതിൽ അതിലൂടെ ദൈവസ്നേഹം അനുഭവിച്ച മക്കളാണ്. 600ഓളം മക്കൾ തന്നെയുണ്ട് ഈ പുനർജീവനിൽ. ഈ മക്കളൊക്കെ വീടുകളിൽ നിന്നിട്ടായാലും പ്രാർത്ഥിക്കുക. കാലത്ത് ഞങ്ങൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഞാൻ കൂടുതലും വിശ്വാസപ്രമാണമാണ് ഞാൻ കൂടുതലും ചൊല്ലുക. കാരണം എളുപ്പത്തിന് ഞാൻ ചൊല്ലുക വിശ്വാസപ്രമാണമാണ്. വിശ്വാസപ്രമാണ ശക്തി എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളാണ് വിശ്വാസപ്രമാണം. എനിക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ, അതായത് എനിക്ക് എന്തെങ്കിലും മാനസികമായിട്ട് എന്തെങ്കിലും മാനസികമായിട്ട് വിഷമങ്ങൾ ഉണ്ടാവാറില്ല, പക്ഷേ എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കയ്യുമേ വിശ്വാസപ്രമാണം ഞാൻ ചൊല്ലും. വിശ്വാസപ്രമാണം ഭയങ്കര ശക്തിയാണ്. അത് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴോ അല്ലെങ്കിൽ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആ പ്രാർത്ഥനയിലൂടെ നമുക്ക് വിശ്വാസപ്രമാണം നമുക്ക് ചൊല്ലാം. അപ്പോൾ വിശ്വാസപ്രമാണം ചൊല്ലിക്കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും കുടുംബത്തിൽ നിന്ന് എന്തെങ്കിലും വിഷമങ്ങളുണ്ടായിരിക്കും, മറ്റുള്ള മേഖലയിൽ നിന്ന് എന്തെങ്കിലും വിഷമങ്ങളുണ്ടായിരിക്കും. പക്ഷേ ആ വിഷമങ്ങളൊക്കെ തരണം ചെയ്ത് ആ സഹനം നമ്മൾ ചേർത്തെടുത്ത് പ്രാർത്ഥിക്കാൻ എന്നെ ദൈവം പഠിപ്പിച്ചു. അപ്പോൾ ഞാൻ കാലത്ത് എഴുന്നേൽക്കുമ്പോൾ തന്നെ ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലും. പിന്നെ ഞങ്ങളിപ്പോൾ കാലത്ത് 10 മണി തൊട്ട് ഞങ്ങളിവിടെ പ്രാർത്ഥനയിലായിരിക്കും. ഈ കാലത്ത് 10 മണി തൊട്ട് മധ്യസ്ഥ പ്രാർത്ഥനയിലായിരിക്കും ഞങ്ങളിവിടെ. പിന്നെ കുരിശിൻ്റെ വഴി ഞങ്ങൾക്ക് കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഞങ്ങൾ ദൈവമായിട്ട് ദൈവമായിട്ട് നമ്മൾ ചേർന്നിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഒന്നും പറ്റില്ല. കർത്താവിനോട് നമ്മൾ ചേർന്നിരിക്കുമ്പോഴാണ് നമുക്ക് ഈശോയുടെ അനുഭവങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഈ ലോകത്തിലേക്ക് നമ്മൾ നോക്കണ്ട. ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ഈ ലോകത്തിലേക്ക് നമ്മൾ നോക്കരുത്. ഈ ലോകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോഴാണ് നമുക്ക് സാമ്പത്തിക തകർച്ചകളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. എൻ്റെ ജീവിതം തന്നെ ഇപ്പോൾ ഒരുപാട് ഡൈവോഴ്സ് തുടങ്ങുന്ന അനേകം ദാമ്പത്യ ജീവിതം തകർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലേക്കാണ്. ഇപ്പോൾ ഒരു മാസം പോലും ജീവിക്കാനായിട്ട്, അതായത് ഒരു മാസത്തിലേക്ക് കല്യാണം കഴിഞ്ഞ് ഒരു മാസത്തിലേക്ക് പോകുന്ന വ്യക്തികൾ വരെ ഇല്ല. അപ്പോൾ തന്നെ ഡൈവോഴ്സാണ്. പക്ഷെ ഞങ്ങൾ ഈ സഹനത്തിലിരുന്ന് ഈ കുറവുകളിലേക്ക് എനിക്കൊരു ജീവിത പങ്കാളിയും കൂടി, എൻ്റെ ജീവിത പങ്കാളിയും ഒരു കുറവുള്ളതാണ്. പക്ഷെ അവൾ കുറച്ച് ദിവസം നടക്കും. പക്ഷെ അവളും കൂടി എന്നോട് ചേർന്ന് നിന്നപ്പോൾ ഞങ്ങൾ കൂടെ അങ്ങോട്ട് ഷെയറിങ് ചെയ്തപ്പോഴാണ് എങ്ങനെ നയിക്കണം കുടുംബജീവിതം ഞങ്ങൾക്ക് ഈശോ പറഞ്ഞു തന്നത്. എനിക്കിപ്പോൾ ഒരു മോളും കൂടി ഈശോ തന്നിട്ടുണ്ട്. അത് കൃപയാണ്. അനേകം ഡൈവോഴ്സിനുള്ള അനേകം ദാമ്പത്യ ജീവിതം തകർന്നു തുടങ്ങിയ ഒരുപാട് ദമ്പതികൾക്ക് വേണ്ടി ഞങ്ങൾ പറയുകയാണ്, ഷെയറിങ് വേണം. അങ്ങോട്ട് ഷെയറിങ് ചെയ്യണം. ഞാൻ എൻ്റെ ഭാര്യയായിട്ടും ഞാൻ ഷെയറിങ് ചെയ്യും. എൻ്റെ കുറവുകളിലേക്ക് അവളും കടന്നു വന്നപ്പോൾ അവളെ കുറവ് എൻ്റെ കുറവും ഞങ്ങൾ ഈശോയ്ക്ക് കൊടുത്തു. ഈശോയാണ് ഞങ്ങളുടെ കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ നിങ്ങളും ഓരോ ദമ്പതികളോട് ഞങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക് ഈശോയ്ക്ക് 1-ാം സ്ഥാനം കൊടുക്കുക. ഈശോ പറഞ്ഞത് അനുസരിക്കുക. ഞങ്ങളോട് പറയാറുണ്ട്, ഈശോ പറഞ്ഞ് അനുസരിക്കുക, ഈശോ പറഞ്ഞ് പ്രവർത്തിക്കുക. അതാണ് ഞങ്ങൾ സന്തോഷമായിട്ടാണ് എൻ്റെ കുടുംബജീവിതം, എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ മോളൊക്കെ ആയിട്ട് സന്തോഷമായിട്ടാണ്. ഇപ്പോൾ മോള് അങ്കമാടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം എനിക്ക് മറ്റുള്ള ഈ ലോകത്തിന് വേണ്ടി ഒന്ന് പറയട്ടെ, ഞാൻ ഇപ്പോൾ ഈശോയിലേക്ക് കൂടുതൽ അടുത്തപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് മറ്റുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് കുറേ അവസരങ്ങൾ ഞങ്ങൾക്ക് കിട്ടും. കുറേ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അനേകം മക്കളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് കിട്ടും. എനിക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. കാരണം ഈ അവസ്ഥയിൽ ഇരുന്നിട്ടും എനിക്ക് മറ്റുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് കൃപ എനിക്ക് ദൈവം തന്നുല്ലോ. എനിക്കൊരു നല്ലൊരു ജീവിത പങ്കാളി കിട്ടിയല്ലോ. നമ്മൾ ഒറ്റ കാര്യം നമ്മൾ തീരുമാനിച്ചാൽ മതി. നമ്മളൊന്നും ഒരാളിലേക്ക് നമ്മൾ നോക്കണ്ട. നമ്മൾ രാത്രി കിടക്കുമ്പോൾ ദൈവമേ ഇന്ന് തന്ന എല്ലാ അനുഗ്രഹത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവമേ ഇന്ന് എനിക്ക് സഹനം കിട്ടി ഞാൻ നന്ദി പറയുന്നു. ദൈവമേ എനിക്ക് ഇന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് കൃപ ലഭിക്കണമേ. എനിക്ക് ഇന്നവരെ കാണുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കൃപ ലഭിക്കണമേ. ചിലപ്പോൾ നമ്മളെ ദ്രോഹിച്ച മക്കളായിരിക്കാം, ചിലപ്പോൾ നമ്മളോട് മൂറ് കയറ്റി പിടിച്ച് നടക്കുന്ന മക്കളായിരിക്കാം. പക്ഷേ ആ വ്യക്തിനെയൊക്കെ നമുക്ക് ക്ഷമിച്ച് പ്രാർത്ഥിക്കാനുള്ള കൃപ നമുക്ക് ലഭിക്കണം. ഒരൊറ്റ കാര്യം പറയട്ടെ,
ഒരു കുടുംബജീവിതം നയിച്ച് കൊണ്ടുപോകണമെങ്കിൽ ഈശോനെ കൂട്ടുപിടിച്ച് മാതാവിനെ കൂട്ടിച്ചേർത്ത് നിങ്ങളെ ഒരു കുടുംബജീവിതം നയിച്ചു പോയാൽ ആ കുടുംബജീവിതത്തിലേക്ക് അത്ഭുതങ്ങൾ സംഭവിക്കും. ആ കുടുംബജീവിതത്തിൻ്റെ സഹനങ്ങൾ അവിടുന്ന് ഏറ്റെടുക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ കുടുംബജീവിതം. ഇവിടെ തന്നെ ഞങ്ങൾക്ക് പുതിയൊരു ഭവനം കർത്താവ് എനിക്ക് ഒരുക്കി തന്നു. ഇവിടെ അപ്പനിലൂടെ പ്രഥനിലൂടെ പുനർജീവൻ്റെ ആശ്രമത്തിൻ്റെ ഉള്ളിൽ തന്നെ ഞങ്ങൾക്കൊരു ഭവനം ഒരുക്കി തന്നു. ആ ഭവനം കർത്താവാണ് പണിതത്. എനിക്ക് തന്നതും എൻ്റെ ജീവിത പങ്കാളി ഒരുക്കി തന്നതും എനിക്ക് കർത്താവാണ്. എനിക്ക് കുഞ്ഞിനെ തന്നതും എൻ്റെ കർത്താവാണ്. എനിക്ക് സഹനങ്ങൾ കിട്ടിയോട്ടെ. ഞങ്ങൾ ഒറ്റ കാര്യം പറയുള്ളൂ, ഞങ്ങൾക്ക് സഹനങ്ങൾ കുറേ തന്നോട്ടെ, ഈശോയെ ഞങ്ങൾക്ക് കുറേ സഹനങ്ങൾ തന്നോട്ടെ. പക്ഷേ അത് കൃപ ചെയ്യാനുള്ള കൃപയ്ക്ക് വേണ്ടി, അതായത് ആ സഹനം നമുക്ക് കൃപയാക്കി മാറ്റണം. അത് സഹിക്കാനുള്ള കൃപ കർത്താവ് ഞങ്ങൾക്ക് ഒരുക്കി തന്നാൽ മതി. അതിലൂടെയാണ് ഞങ്ങൾക്ക് വൈദികർക്കായാലും സഭയ്ക്ക് വേണ്ടിയിട്ടായാലും പിതാക്കന്മാർക്ക് വേണ്ടിയിട്ടായാലും അനേക മക്കൾക്ക് വേണ്ടിയിട്ടായാലും പ്രാർത്ഥിക്കാനായിട്ട് അവസരം തന്നതിനോർത്ത് ഞങ്ങൾ ദൈവത്തിൻ്റെ നാമത്തിൽ നന്ദി പറയും. ഈശോ അനുഗ്രഹിക്കട്ടെ.